നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ കഴിയുന്നത്ര ലളിതമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ചാനലിനുള്ളത്. അപ്പം നമുക്കറിയാം, ജ്യോതിഷത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അടിസ്ഥാന ഗ്രാഹ്യമെങ്കിലുമുള്ള ആൾക്കാർക്കറിയാം, ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പ്രകൃതിയിലെ കാലാവസ്ഥയെയും മനുഷ്യജീവിതത്തെയും ജന്തുജാലങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പ്രകൃതിയിലെ മാറ്റങ്ങളെപ്പറ്റി നമുക്ക് കാര്യമായ ബോധ്യമില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി എങ്കിലും നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കും. അതായത് വളരെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം പെട്ടെന്നൊരു ഗ്രഹമാറ്റം സംഭവിക്കുന്നതോടുകൂടി ധനപരമായിട്ട് ബുദ്ധിമുട്ട് വരിക, ജോലിയിൽ പ്രയാസങ്ങളുണ്ടാകുക, വീട് വിട്ട് ദൂരേക്ക് മാറി നിൽക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള കുറേയേറെ രോഗങ്ങളുണ്ടാകുക, മക്കൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒക്കെ അടിക്കടി രോഗങ്ങളും ആശുപത്രിവാസമൊക്കെ വേണ്ടി വരിക, വാഹനങ്ങൾക്ക് റിപ്പയർ അടിക്കടി വേണ്ടി വരിക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്, നമ്മുടെ ജീവിതത്തെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചു തുടങ്ങും. മറ്റൊരു വശത്ത് മറ്റു കുറേ രാശിയിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റു കുറച്ച് കൂറുകളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദോഷങ്ങളൊക്കെ മാറിയിട്ട് ശുഭഫലങ്ങൾ അനുഭവപ്പെടുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത് സൗരയൂഥത്തിലെ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴം വക്രഗതിയിലേക്ക് മാറാൻ പോവുകയാണ്. അതായത് 2024 ഒക്ടോബർ 9 മുതൽ അടുത്ത മാസം 9-ാം തീയതി മുതൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു. പിന്നെ അത് ഫെബ്രുവരി 5 വരെ വക്രത്തിലായിരിക്കും സഞ്ചാരം. അതിനുശേഷം നേർഗതിയിൽ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുകയും 2025 മെയ് മാസം ആകുമ്പോഴത്തേക്കും വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വക്രഗതിയിലുള്ള സഞ്ചാരകാലത്ത് ആർക്കൊക്കെയാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശുക്രൻ്റെ രാശിയായ ഇടവത്തിൽ കൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. ഈ വക്രഗതി എന്ന് പറഞ്ഞാൽ പിന്നോട്ടുള്ള ഗതി എന്നാണ് അർത്ഥം. വിലോമഗതി അല്ലെ പിന്നോട്ടുള്ള ഗതിയാണ് ഈ വക്രം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ, അതായത് നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രമാണെങ്കിലും പാശ്ചാത്യ ജ്യോതിശാസ്ത്രമാണെങ്കിലും അതിൽ നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ കണ്ണുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിയും ആ ഗ്രഹവും തമ്മിലുള്ള ഭ്രമണപഥത്തിലുള്ള കോണീയ അകലത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഗ്രഹം പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ കോണീയ അകലത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരു ഗ്രഹവും പുറകോട്ട് സഞ്ചരിക്കുന്നില്ല. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയാണ് ചെയ്യുന്നത്. സൂര്യന് ചുറ്റും പ്രത്യേക ദിശയിൽ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വക്രഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണീയ അകലം, ഭൂമിയും വക്രത്തിലുള്ള ഗ്രഹവും തമ്മിലുള്ള കോണീയ അകലം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യർക്ക് ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം രാശിക്കൂറുകളിൽപ്പെടുന്ന ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയുമാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടക ശനി കാലമാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് 10-ൽ ശനി. കർമ്മത്തിൽ ശനി എന്ന് പറഞ്ഞാൽ കർമ്മത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന അവസ്ഥയാണ് ശനി 10-ൽ സഞ്ചരിക്കുമ്പോൾ ഉള്ളത്. കണ്ടകശനി തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ശനിദോഷത്തിനുള്ള ഒരു കുറവ് എന്ന് പറഞ്ഞാൽ ശനിയും ശുക്രനും ബന്ധുക്കളായ ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിയിൽപ്പെടുന്ന ആൾക്കാരെ ശനി അത്ര തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ അതിൽ ഒരു കുറച്ച് ഗുണം അവർക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും കണ്ടകശനിയുടേതായ ചില തടസ്സങ്ങളും ദോഷങ്ങളും വരികയും ചെയ്യും. അതേ സമയത്ത് ഇടവക്കൂറുകാർക്ക് ജന്മവ്യാഴമാണ്. അപ്പോൾ ജന്മവ്യാഴം എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ലാത്ത, അല്ലെ ഒട്ടും തന്നെ ഗുണകരമല്ലാത്തൊരവസ്ഥയാണ് ഈ ജന്മക്കൂറിൽ കൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം.
അങ്ങനെ പൊതുവെ നോക്കുമ്പം ജന്മവ്യാഴം ഗുണകരമല്ലാത്ത കാലമാണ്. പക്ഷേ വ്യാഴം വക്രത്തിലാകുന്നത് അവർക്ക് ഗുണകരമാണ്. ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് വ്യാഴം വക്രത്തിൽ പോകുന്നത്. കാരണം വ്യാഴം ജന്മക്കൂറിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ദോഷഫലങ്ങൾക്ക് നല്ലൊരു കുറവ് വരുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നത്, അതായത് പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവരുടെ ഫലങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഗുണകരമായ ധാരാളം അനുഭവങ്ങളുണ്ടാകും. കടം കൊടുത്ത ധനം നേരത്തെ കിട്ടാതിരുന്നത് തിരികെ ലഭിക്കും. പ്രത്യേകിച്ച് ഈ ശനി കണ്ടകശനിയായിട്ട് നിൽക്കുകയും വ്യാഴം ദോഷകരമായിട്ട് ജന്മവ്യാഴമായിട്ട് വരികയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കടം കൊടുത്ത തുക പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിയ ആൾ ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ നിങ്ങൾ നേരിട്ടിട്ട് കാണും. അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴം വക്രത്തിൽ വരുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഗുണകരമാവുകയും അത് ആ കടം കൊടുത്ത ധനം തിരിച്ചു കിട്ടാനുള്ള യോഗം ഉണ്ടാവുകയും ചെയ്യും. ബിസിനസ് സാമാന്യം ഗുണകരമായിട്ട് മാറും. ബിസിനസ്സിൽ ഒരല്പസ്വല്പം നഷ്ടമൊക്കെ വന്നത് ഇപ്പം നികത്താനായിട്ട് സാധിക്കും. പിന്നെ ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച്, അതായത് യൗവന പ്രായത്തിലുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ജോലിക്കുള്ള തടസ്സങ്ങൾ മാറുകയും അനുകൂലമായ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്കുള്ള സാധ്യതയും ഉണ്ട്. അപ്പം നമ്മുടെ സൂര്യനൊക്കെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ സർക്കാർ ജോലി തന്നെ കിട്ടും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സർക്കാരിന് കീഴിലുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെയാണ് ജോലിക്ക് സാധ്യതയുള്ളത്. പിന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് വിദേശ ഭാഗ്യം കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് അവരുടെ വിസ പ്രോസസ്സിങ്, പാസ്പോർട്ടിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത് വലിയ തടസ്സമില്ലാതെ സാധിച്ചു കിട്ടുകയും ചെയ്യും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന കാലമാണ്. യാത്രകളിലൊക്കെ ആണെങ്കിലും അത് നേട്ടങ്ങൾ നൽകുന്നതാണ്. ഇൻ്റർവ്യൂവിലൊക്കെ ആണെങ്കിൽ നേട്ടം കിട്ടും. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് 2-3 രീതിയിലാണ് ഉണ്ടാകുന്നത്. അതായത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 11-ൽ രാഹു സഞ്ചരിക്കുന്ന കാലമാണ്. 11-ലെ രാഹു പെട്ടെന്ന് ധനം നൽകുന്ന ചില അനുഭവങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ജന്മക്കൂറിലെ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനത്തിൻ്റെ തടസ്സം ഒന്ന് കുറയും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴത്തേനും ഇവർക്ക് ധനം പെട്ടെന്ന് കിട്ടാനുള്ള യോഗം ഉണ്ട് ഇടവക്കൂറിൽപ്പെട്ടവർക്ക്. കഴിഞ്ഞ കാലത്തുണ്ടായ പല പരാജയങ്ങളും മറന്നിട്ട്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ നിർത്തിവെച്ച പല കാര്യങ്ങളും ഈ സമയത്ത് പുനരാരംഭിക്കാനായിട്ട് സാധിക്കും. അത് പഠനമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും കൃഷി കാര്യങ്ങളാണെങ്കിലും ഇതിലൊക്കെ നമുക്ക് വീണ്ടും ആരംഭിക്കാനായിട്ട് സാധിക്കും. അതിൽ വിജയിക്കാനും സാധിക്കുന്നതാണ്. അപ്പം ശനിക്ക് കൃഷിഭൂമിയായിട്ടും കൃഷിയുമായിട്ടുമൊക്കെ ഉള്ള ബന്ധമുള്ള ഗ്രഹമാണ്. വ്യാഴത്തിന് ധനവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഗ്രഹമാണ്. അതുപോലെ തന്നെ ശുക്രനും ഈ ധനഭാഗ്യവുമായിട്ട് അടുപ്പമുള്ള ഗ്രഹമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പല രീതിയിലുള്ള പല ജോലികളും പല ബിസിനസ്സുകളൊക്കെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രംഗങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് നിർത്തിവെച്ച ബിസിനസ് പുനരാരംഭിക്കാൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിന്നുപോയ പഠനം, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിന്നുപോയ പഠനം വീണ്ടും ആരംഭിക്കാനായിട്ട് സാധിക്കും. മനസ്സമാധാനം അനുഭവപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയും. ആരോഗ്യത്തോടെ ജീവിക്കാനും കുടുംബാംഗങ്ങളുമൊക്കെ എടുത്ത് യാത്ര ചെയ്യാനും ഒക്കെ യോഗമുണ്ടാകും. ദാമ്പത്യത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ വാർദ്ധക്യത്തിൽ ആയിട്ടുള്ള ആളുകൾക്ക്, വൃദ്ധരായിട്ടുള്ള ഇടവക്കൂറുകാർക്ക്, കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. ദൂരെയൊക്കെ പോയിരിക്കുന്ന മക്കളെയൊക്കെ കാണാനോ അവരുടെ അടുത്തോട്ട് പോകാനോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെ കാണാനോ ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ കൊച്ചുമക്കളുടെ വിവാഹമൊക്കെ പോലുള്ള കാര്യങ്ങൾ ഈ സമയത്ത് നടക്കുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണമുണ്ട്. വിദേശ യാത്രാ യോഗമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, വിദേശത്ത് പോയി പഠിക്കാനുള്ള യോഗം അവർക്ക് ഈ സമയത്ത് കിട്ടും. പിന്നെ പൊതുവേ ഉള്ള ഫലം നോക്കുമ്പോൾ സാമ്പത്തിക പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം ഉണ്ടാകും. പിന്നെ പത്രലേഖകന്മാർ അല്ലെങ്കിൽ ജേർണലിസം ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. സാഹിത്യകാരന്മാർക്ക് അവരുടെ കൃതികൾക്കൊക്കെ നല്ല പബ്ലിസിറ്റി കിട്ടാനായിട്ട് ഈ അവസരം പ്രയോജനപ്പെടും.
അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് അവർ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ജോലിയിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയുകയും ജോലി ഭാരം കുറയുകയും ശമ്പളത്തിൽ അല്പം വർധന ലഭിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ന്യായമായൊരു ലാഭം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. അത് വീടിനടുത്ത് തന്നെയാണോയെന്നില്ല, അത് ജാതകം കൂടെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം. മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. അവരെ സംബന്ധിച്ച് 12-ലാണ് വ്യാഴം. അപ്പോൾ 12-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ അവസ്ഥയാണല്ലോ. ദോഷം, ധാരാളം ദോഷങ്ങൾ, ദൈവാധീനക്കുറവ്, ചെലവിൻ്റെ ഭാവത്തിൽ, അല്ലെങ്കിൽ പാപം ഏംച പതനം നിരയേ വാമമമ്പകം എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ആലംബങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ 12-ൽ വ്യാഴം വരുമ്പോൾ 12-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നഷ്ടവും ചെലവും എല്ലാം അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പം വ്യാഴം, ശുഭഗ്രഹമായ വ്യാഴം 12-ൽ പോയി നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളോ ധനഭാഗ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ 12-ലെ വ്യാഴം വക്രത്തിലാകുമ്പോൾ നമുക്ക് പല പല ഗുണങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശനിയുടെ പൊസിഷൻ നോക്കുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 9-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. ശനിയും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ അമിതമായ ചിലവായിരുന്നു നമ്മളെ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു പ്രധാന ബുദ്ധിമുട്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുക എന്നുള്ളതാണ് പെട്ടെന്നുണ്ടാകാനിടയുള്ള ഫലം. പിന്നെ വ്യാഴത്തിൻ്റെ വക്രസഞ്ചാരം വ്യാപാര നേട്ടങ്ങൾ നൽകും. ചിലവ് നല്ലൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. നല്ലൊരു എമൗണ്ട് മിച്ചം പിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് കിട്ടാനുള്ള പണമൊക്കെ തിരികെ ലഭിക്കും. അതുപോലെ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ ഒക്കെ ഇപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിട്ടി ചേർന്നിട്ടുണ്ട്, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ തുക കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പഴയ നിക്ഷേപങ്ങൾ, ഓഹരികളിൽ മുടക്കിയ പണമൊക്കെ ഈ സമയത്ത് നല്ലൊരു എമൗണ്ടായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും. വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ദീർഘകാലമായിട്ട് പരിശ്രമിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനും വിജയിപ്പിക്കാനും സാധിക്കും. പല മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഭാഗ്യത്തിനും അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രകാലം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കും. ആ സംരംഭങ്ങൾ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. അപ്പം ഒരു ദോഷകാലത്തിനിടയ്ക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രം കൊണ്ട് കിട്ടുന്ന ഒരു നല്ല കാലമാണ്. അപ്പോൾ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി അനുകൂലമായിട്ടും വരുന്നുണ്ട്, രാഹു അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പം വ്യാഴം ദോഷകരമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം മറഞ്ഞതുപോലെയാണ് നിൽക്കുന്നതെങ്കിലും വ്യാഴം വക്രത്തിൽ വരുമ്പോഴത്തേക്ക് അതിന് പെട്ടെന്നൊരു കുറവ്, ഒരു റിലീഫ്, ഒരാശ്വാസം ആ വ്യാഴം കൊണ്ടുണ്ടാകുന്ന, വ്യാഴത്തിൻ്റെ ദുസ്ഥാന സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷത്തിന് ഒരാശ്വാസം കിട്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് നമ്മൾ കഴിയുന്നത്ര നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അടുത്ത ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്ര നക്ഷത്രക്കാരുടെ കാര്യമാണ്. അവരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. കണ്ടകശനിയാണ്. വ്യാഴമാണെങ്കിലോ കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കർമ്മവ്യാഴം എന്ന് പറയുന്നത് അത്ര ഗുണകരമായ സമയമല്ല. 10-ൽ വ്യാഴം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഗുണകരമല്ല. തൊഴിൽപരമായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. വ്യാഴ ശുഭഗ്രഹമാണ്, കർമ്മത്തിൽ ഗുണമല്ലേ ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ കർമ്മവ്യാഴം എന്ന് പറയുന്നത് ഗുണകരമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെപ്പറ്റി പ്രമാണങ്ങളും പറയുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ 10-ലെ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം കൂടുകയാണ് ചെയ്യുന്നത്. പല നന്മകളും ജീവിതത്തിൽ ഉണ്ടാകും. ജോലിയിൽ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമായിട്ടോ അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടുകയോ ഒരു അവാർഡ് കിട്ടുകയോ ഒക്കെ ചെയ്യാം. പിന്നെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങളുണ്ടാകാം. മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കാം. കർമ്മഗുണം ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ജോലി അംഗീകരിക്കപ്പെടും. വിദേശ ജോലി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ബിസിനസ്സിലെ തടസ്സം മാറിയിട്ട് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൂർവിക സ്വത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ ഒക്കെയുള്ള സ്വത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെ കാലമായിട്ട് സന്താന യോഗത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സന്താന ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപകട സാധ്യതയൊക്കെ വളരെ കുറയും. വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നു. കണ്ടകശനിയാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന ആ ദോഷങ്ങൾ നന്നായിട്ട് കുറയും.
അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറയും. കടം കൊടുത്ത തുക തിരികെ കിട്ടാനുള്ള യോഗമുണ്ട്. സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ, ശമ്പളത്തിൽ വർധനവ്, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലമാണ്. പിന്നെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക പുരോഗതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ചിലവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസറ്റ്, ഒരു ആസ്തി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥലം വാങ്ങിക്കാനോ വീട് വെക്കാനോ ഒക്കെ സാധിക്കും. അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശമ്പള കുടിശ്ശിക കിട്ടാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാനുള്ള പല അവസരങ്ങളും ഉണ്ടാകും. പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ അവസരങ്ങളൊക്കെ താല്പര്യമുള്ളവർ പരമാവധി പ്രയോജനപ്പെടുത്തുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ഒരു ബന്ധു വന്ന് നമ്മളെ ക്ഷണിക്കുമ്പോൾ അയ്യോ ഇപ്പോൾ പൈസ ഇല്ല കേട്ടോ എന്നും പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മളതിനുള്ള ധനം വന്നോളും. നന്നായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് കിട്ടും. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗ്യ വർധനവിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വ്യാഴത്തെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്കതൊക്കെ ചെയ്ത് ആ ഭാഗ്യം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് തുലാക്കൂറാണ്. അപ്പോൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ചിത്തിരയുടെ രണ്ടാമത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. അപ്പോൾ ചിത്തിര, ചോതി, വിശാഖം അവരെ സംബന്ധിച്ച് അഷ്ടമ വ്യാഴമാണ്. 8ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കൂടാതെ 5-ൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വളരെ ദോഷകരമായ ഒരവസ്ഥയാണ്. 8ൽ വ്യാഴം, 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കഷ്ടകാലത്തിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പൊതുവെ അങ്ങനെ പറയുന്നതാണ്. ദൈവാധീനം വളരെ കുറഞ്ഞൊരു സമയമാണ്. സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ നമ്മളെ ഞെരുക്കാനിടയുള്ള കാലഘട്ടമാണ്. അപകട സാധ്യതകളും ഉണ്ട്. അതുപോലെ സാമ്പത്തിക ചെലവ് കൂടുന്ന സമയമാണ്. ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് സാമാന്യ ഫലങ്ങളായിട്ട് അഷ്ടമ വ്യാഴത്തിന് പറയുന്നത്. പക്ഷേ വ്യാഴം വക്രത്തിൽ വരുമ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് ഒരാശ്വാസം ലഭിക്കുന്നതാണ്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും. വിവാഹം ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഈ നക്ഷത്രക്കാർക്ക്, അതായത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും നടക്കാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ പങ്കാളികളെ ഏർപ്പെടുത്തിയുള്ള ബിസിനസ് അത് കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് അത് വിപുലീകരിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ ഷോറൂം തുറക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ച് കൊടുക്കുക, ഇതൊക്കെ സാധിക്കുന്നതാണ്. ഈശ്വരാധീനം കിട്ടുന്ന ഒരു കാലമാണ് ഈ വക്രത്തിലുള്ള ഏതാനും മാസങ്ങൾ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഈ ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്കും രേഖകൾ കിട്ടാൻ സാധാരണഗതിയിൽ കുറേയേറെ താമസം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന കാലവും കൂടെയാണ് ആയതുകൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുന്ന ഈ സമയം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയത്ത് സർക്കാരിൽ നിന്നുള്ള പേപ്പറുകളൊക്കെ ശരിയായി കിട്ടാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ, 1-2 ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും, എങ്കിലും അത് കിട്ടാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗവും ഉണ്ട്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം. ഇത്രയും നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് 3-ൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതായത് കുംഭൻ രാശിയിലാണല്ലോ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ധനുക്കൂറിൻ്റെ 3-ാം ഭാവമാണ്. അപ്പോൾ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴമാണെങ്കിൽ 6-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശുഭഗ്രഹങ്ങൾക്ക് 6-ാം ഭാവം എന്ന് പറയുന്നത് വളരെ ദോഷകരമാണ്. പല ദോഷാനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരും. ശത്രുശല്യം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. ഒളിഞ്ഞോ തെളിഞ്ഞോ ഉള്ള ശത്രുക്കളുടെ ശല്യം ഈ വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വരും. കാരണം ദൈവാധീനം കുറവാണ്. വ്യാഴം മറഞ്ഞ അവസ്ഥയിലാണ് 6-ൽ പോകുമ്പോൾ. ശത്രുഭാവമാണല്ലോ ഈ 6-ാം ഭാവം. അപ്പോൾ അവിടെ നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തിന് വളരെ കുറവുണ്ടാക്കും. പക്ഷേ വ്യാഴം വക്രത്തിൽ വരുമ്പോഴത്തേക്കും ഈ അവസ്ഥയ്ക്കൊക്കെ നല്ല മാറ്റമുണ്ടാകും. ഈ ശത്രുദോഷം മാത്രമല്ല, ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മന്ദഗതിയിലായി പോകുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. 2-3 തവണ പരിശ്രമിച്ചാലും കാര്യം നടക്കാത്ത അവസ്ഥയാണ് പലർക്കും നേരിടേണ്ടി വരുന്നത്.
അതുപോലെ മക്കളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യാഴമാണല്ലോ, സന്താനകാരകൻ വ്യാഴമാണല്ലോ. അപ്പോൾ വ്യാഴം മറഞ്ഞു പോകുമ്പോൾ മക്കളെ കൊണ്ട്, മക്കളുടെ ഭാഗത്തു നിന്നുള്ള സംസാരമോ പെരുമാറ്റമോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഈ വ്യാഴം 6-ൽ സഞ്ചരിക്കുന്ന കാലം. പക്ഷേ വ്യാഴം വക്രഗതിയിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഗുണകരമായിട്ട് വരും. വ്യാഴം വക്രഗതി വരുമ്പോഴത്തേക്ക് ഇതിന് നേരെ വിപരീതമായ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ ഏതാനും മാസങ്ങളാണ്. അപ്പം വീട് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾ നമ്മളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് കുടുംബത്തിലൊരു ഐശ്വര്യം സൃഷ്ടിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ശത്രുദോഷം നന്നായിട്ട് കുറയും. പല പ്രവർത്തനത്തിലും ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം 6-ൽ നിന്ന് വക്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. 6-ൽ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുമ്പം ബുദ്ധി ഒരു അടഞ്ഞ രീതിയിൽ, നമ്മളൊരു ബുദ്ധി ഉറക്കത്തിലാണെന്ന് പറയാം. വേണ്ട സമയത്ത് വേണ്ടത് തോന്നാത്ത ഒരവസ്ഥയാണ് വ്യാഴം 6-ൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് വ്യാഴം വക്രത്തിൽ വരുമ്പോൾ ബുദ്ധി പെട്ടെന്ന് ഉണരുന്നു. നമുക്ക് ബുദ്ധിപൂർവമായിട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കാലമായിട്ട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്നവർ ഈ സമയത്ത് അതൊക്കെ മറികടന്ന് വിജയത്തിലേക്ക് പോകാൻ കഴിയും. ജോലിയിൽ മുന്നോട്ട് പോകുന്നവർക്ക്, സർക്കാർ ജോലിയാകട്ടെ പ്രൈവറ്റ് ജോലിയാകട്ടെ, അതിൽ പോകുന്നവർക്ക് സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷകളിലും ഇൻ്റർവ്യൂവിലുമൊക്കെ മികച്ച വിജയം നേടാൻ സാധിക്കുന്ന കാലമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദൈവാധീനം നന്നായിട്ട് അനുഭവപ്പെടും. അപ്പോൾ 6-ലെ വ്യാഴത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് കുറയുന്ന ഏതാനും മാസങ്ങളാണ് ഈ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വ്യാഴത്തിൻ്റെ വക്രസഞ്ചാരം. പിന്നെ ബന്ധുക്കളുടെ സഹായവും. ഈ വ്യാഴം വക്രത്തിൽ ആയിക്കഴിഞ്ഞാൽ ബന്ധുക്കളിൽ നിന്ന് അകന്നു നിന്ന ബന്ധുക്കൾ പോലും നമുക്ക് അടുത്ത് വന്ന് കുറേ സഹായങ്ങൾ ചെയ്യും. അപ്പോൾ ആ സഹായങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടത്താനോ കുട്ടികളുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ സാധിക്കും. അതുപോലെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. വളരെ കാലമായിട്ട് വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി. അപ്പോൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗം, ഇത്രയുമാണ് കുംഭക്കൂറി വരുന്നത്. അവരെ സംബന്ധിച്ച് 4-ലാണ് വ്യാഴം. ശനി ജന്മത്തിലും. അപ്പോൾ ജന്മശനി എന്ന് പറഞ്ഞാൽ 7.5 ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച 2.5 വർഷമാണ് ഈ ജന്മശനിക്കാലം. പക്ഷേ കുംഭക്കൂറുകാർക്ക് വലിയ ദോഷം വരാതെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? കുംഭക്കൂറ് ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമായതുകൊണ്ട് ശനിയുടെ സ്വന്തം ആധിപത്യമുള്ള രാശിയല്ലേ. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട നക്ഷത്രക്കാരെ ശനി അത്ര ദോഷകരമായിട്ട് ബാധിക്കാറില്ല. ശനിക്ക് സ്വതസിദ്ധമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ കൊടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും. ചിലപ്പം ഒരു തവണ കൊണ്ട് സാധിക്കേണ്ട കാര്യം 2 തവണ നടത്തിക്കും, അത്രയൊക്കെ ഉള്ളൂ. എങ്കിൽ പോലും സാധിച്ചു കൊടുക്കും. അപ്പോൾ കുംഭക്കൂറുകാരോട് ശനിക്കൊരു പ്രത്യേക വാത്സല്യം ഉണ്ട്. അപ്പോൾ 4-ൽ വ്യാഴം എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നത് വീടിൻ്റെ ഭാവവും വാഹനത്തിൻ്റെ ഭാവമാണ്, മാതാവിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. പക്ഷേ വ്യാഴ ശുഭഗ്രഹവുമാണ്. പക്ഷേ 4-ൽ വ്യാഴം എന്ന് പറയുന്നത് പൂർണ്ണമായും ശുഭകരമല്ല. വ്യാഴം ശുഭഗ്രഹമാണെങ്കിലും 4-ൽ സഞ്ചരിക്കുമ്പോൾ പൂർണ്ണ ശുഭത്വമല്ല നൽകുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം വക്രഗതി പ്രാപിക്കുമ്പോൾ ആ അശുഭ ഫലങ്ങളൊക്കെ മാറിയിട്ട് ഗുണഫലങ്ങൾ കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും. പുതിയ മാർഗങ്ങളിൽ ധനലാഭം ഉണ്ടാക്കാൻ കഴിയും. അപകടങ്ങൾ മിക്കവാറും ഉള്ളതൊക്കെ വഴി മാറിപ്പോവും. അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിക്കുകളോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ദാമ്പത്യത്തിലെ പല വിഷമങ്ങളും മാറുന്നതാണ്. പുറത്തുപോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോ പോയി പഠിക്കാനുള്ള യോഗം ഉണ്ടാകും. പുതിയ വീട് സ്വന്തമാക്കാനുള്ള യോഗമുണ്ട്. പൊതുവേ ദൈവാധീനമുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. ചുരുക്കത്തിൽ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അത് ബന്ധുക്കളുമൊത്തോ സുഹൃത്തുക്കളുമൊത്തോ അല്ലെങ്കിൽ അധ്യാപകരുമൊക്കെ ഉള്ള പഠനയാത്രകളൊക്കെ ആകാം. അപ്പോൾ ഈ യാത്രകൾ നമുക്ക് പ്രയോജനപ്രദമാകും. ചിലപ്പോൾ ഈ യാത്രകളിൽ കണ്ടുമുട്ടുന്ന ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആൾക്കാരും ആയിരിക്കും. അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ വരുന്ന ഏതാനും മാസങ്ങളാണ് ഈ ദോഷം മറികടന്ന് നമുക്ക് ഗുണഫലങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നമ്മൾ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. അടുത്തത് മീനക്കൂറുകാരാണ്. മീനക്കൂറിൽ പെടുന്ന പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. പൂരുട്ടാതിയുടെ അവസാന പാദം,
ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. ശനിയാണെങ്കിൽ 12-ലും. 3-ൽ വ്യാഴം മുറവിളി കൂട്ടും എന്നാണല്ലോ ചൊല്ല്. അതായത് സാമ്പത്തിക ക്ലേശം ഉണ്ടാക്കും, ദുഃഖങ്ങളുണ്ടാക്കും, എപ്പോഴും നമുക്ക് സങ്കടം പറയാനേ സമയം കാണുള്ളൂ എന്നാണ് പറയാറുള്ളത്. അതായത് ദൈവാധീനം കുറഞ്ഞ കാലമാണെന്ന് അർത്ഥം. പുതിയ സംരംഭങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല, ചെയ്താലും വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ് 3-ൽ വ്യാഴം സഞ്ചരിക്കുന്നത്. പക്ഷേ വ്യാഴത്തിന് വക്രം വരുന്ന ഈ ഒരു സമയമുണ്ട്, അതായത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഈ സമയം, ഫെബ്രുവരി 5-ാം തീയതി വരെയുള്ള. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ നമ്മളിലേക്ക് ദൈവാധീനം വന്നെത്തുന്ന കാലമാണ്. അപ്പോൾ ആ 3-ലെ വ്യാഴമാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ ഈ ഒരു അവസ്ഥ, വ്യാഴത്തിൻ്റെ ഈ വക്രാവസ്ഥയിലുള്ള സമയം ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. മനസ്സമാധാനം വർദ്ധിക്കുന്നതാണ്, സന്തോഷമുണ്ടാകും, അകാരണ ഭയങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ബോൾഡായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ, ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണാനുഭവങ്ങളുണ്ടാകും. നമുക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. കർമ്മപരമായിട്ടുള്ള വിഷമം നന്നായിട്ട് മാറുന്നതാണ്. ജോലിയിലെ സ്ഥാനമാറ്റം നമുക്ക് വളരെ ഗുണകരമായിട്ട് വരും. ഈ സ്ഥാനമാറ്റമൊക്കെ വന്നിട്ട് വളരെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാർ കാണും. ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാകും, ചിലപ്പോൾ മുകളിലുള്ളൊരു ഓഫീസർ മാറാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരിലെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരാൾ ദൂരേക്ക് സ്ഥലം മാറിപ്പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജോലി നമുക്ക് കൂടുതൽ ആസ്വാദ്യമായിട്ട് അനുഭവപ്പെടും. അതിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടും. അങ്ങനെ കർമ്മപരമായിട്ടുള്ള വിഷമങ്ങൾ മാറും, സ്ഥാനമാറ്റങ്ങൾ ഗുണകരമാകും, പദവിയിൽ ഉയർച്ചയുണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി കിട്ടാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ പഠനം സാധിക്കുന്നതാണ്. 12-ൽ ശനിയാണെങ്കിൽ ശനി വക്രത്തിലാണ്, അതുകൊണ്ട് തന്നെ ആ ശനിയുടെ ഒരു ആനുകൂല്യവും ഈ സമയത്ത് കിട്ടുന്നതാണ്. കുംഭക്കൂറിൽ സഞ്ചരിക്കുന്ന ശനി ആയതുകൊണ്ട് ശനി കുറേയേറെ ഗുണങ്ങൾ ചെയ്യുന്ന കാലവുമാണ്. അപ്പോൾ അതുകൊണ്ട് വിദേശത്തേക്ക് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാസ്പോർട്ടും വിസയൊക്കെ വലിയ തടസ്സമില്ലാതെ കിട്ടും. 1-2 തവണ ശ്രമിച്ചാൽ അത് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. കാരണം അതിനുള്ള സാധ്യതയുണ്ട് ഈ വ്യാഴം വക്രത്തിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും കൂറുകാർക്കാണ് ഏറ്റവും അനുകൂലമായിട്ട് വ്യാഴത്തിൻ്റെ ഈ വക്ര സഞ്ചാരം അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ആ ദോഷം മാറിയിട്ടുള്ള അനുഗ്രഹ ഫലങ്ങൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെയാണ് ചെയ്യാവുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനയോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഓഫറിങ്സ്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രതീകാത്മകമാണെങ്കിൽ പോലും ആ ദൈവശക്തിയുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് സമർപ്പിക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങൾ, അതിനാണ് നമ്മൾ വഴിപാട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം, ഓരോ മതവിശ്വാസക്കാർക്കുള്ള വിശ്വാസപ്രകാരം അവരവരുടെ ദൈവങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് നമ്മളുടെ മനസ്സാണ്, നമ്മൾ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുന്നത്. പക്ഷേ മനസ്സൊരാൾക്കും എടുത്ത് മുമ്പിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ദ്രവ്യങ്ങളായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി നോക്കാം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത്, നവഗ്രഹ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് ചെന്നിട്ട് വ്യാഴഗ്രഹത്തിന് അർച്ചന ചെയ്യുക. ശനിക്കും അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. ഇതോടൊപ്പം തന്നെ വ്യാഴത്തിന് തീർച്ചയായിട്ടും അർച്ചന ചെയ്യണം. കാരണം വ്യാഴം വക്രത്തിലാകുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണം. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ ദുസ്ഥാന സ്ഥിതി കൊണ്ട് ദോഷമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. വ്യാഴം വക്രത്തിൽ വരുന്നതുകൊണ്ടാണ് അവർക്ക് ഗുണത്തിലേക്ക് ഈ കാലഘട്ടം വരുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായി ഗുണഫലം നമ്മളിലേക്ക് കിട്ടാനായിട്ടാണ് ഈ സമയം നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴിപാടുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് അർച്ചന നടത്തുക. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രതീകമായ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും വഴിപാടുകൾ ചെയ്യുക. വ്യാഴത്തിനെ ഗുരുസങ്കല്പത്തിൽ നമുക്ക് ദക്ഷിണാമൂർത്തി എന്ന് സങ്കല്പിച്ച്, ശിവനാണ് ദക്ഷിണാമൂർത്തി, വ്യാഴം വൈഷ്ണവ പ്രതീകമാണ് എങ്കിൽ പോലും ഗുരു സങ്കല്പത്തിൽ വ്യാഴത്തിൻ്റെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ദക്ഷിണാമൂർത്തിക്കൂടെ വഴിപാട് ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ട് പ്രത്യേകിച്ചും വളരെ ഗുണകരമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പരമഗുരു എന്ന് പറയുന്നത് ശിവനാണ്, ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ്, വിഷ്ണുവല്ല ശിവനാണ്. എങ്കിൽ പോലും ഈ വ്യാഴത്തിൻ്റെ ഈ ആനുകൂല്യം
വിദ്യാപരമായ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടാൻ, അതുപോലെ തന്നെ ധനപരമായ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടാൻ ദക്ഷിണാമൂർത്തിക്കൂടെ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണ്. അതുകൊണ്ടാണ് വിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണനും ദക്ഷിണാമൂർത്തിക്കും വഴിപാട് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, മഞ്ഞ പൂക്കൾ കൊണ്ട് വ്യാഴത്തിന് അർച്ചന ചെയ്യുക, വിഷ്ണു ഭഗവാന് തുളസിമാല, താമരമാല ഒക്കെ സമർപ്പിക്കുക ഒക്കെ വളരെ ഗുണകരമായ കാര്യങ്ങളാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മധുര പലഹാരങ്ങൾ നൽകുന്നത് വളരെ നല്ലതാണ്. നമ്മൾ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു പരിഹാരം എന്ന് പറയാൻ പറ്റുകയില്ലത്. നമ്മൾ തന്നെ ചെറിയ വയറിനൊന്നും ദോഷമില്ലാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് വളരെ ഗുണകരമായിട്ട് വരും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ പല ദേവതകളുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് തുല്യമാണത്. പിന്നെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം എടുത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. വ്രതം പൂർണ്ണമായിട്ടും നിഷ്ഠ അനുസരിച്ച് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ വ്യാഴാഴ്ച ഒരു നേരം ഭക്ഷണമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു നേരം അരിയാഹാരമാക്കിക്കൊണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്യാഴാഴ്ച ഒരു വ്രതം നിശ്ചയിച്ചെടുത്തിട്ട് വൈകുന്നേരം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. ചെറിയ എന്തെങ്കിലും നെയ്വിളക്കോ ഒരു താമരമൊട്ടോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് പൂക്കളോ എന്തെങ്കിലും സമർപ്പിക്കുക. അത് നമുക്ക് വളരെ ഗുണകരമാണ്. പിന്നെ ജാതകത്തിൽ വ്യാഴം നീചരാശിയായ മകരത്തിലോ അല്ലെങ്കിൽ 6, 8, 12 ഭാവത്തിലോ നിൽക്കുന്നവർ തീർച്ചയായിട്ടും വ്യാഴദോഷ പരിഹാരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഈ മകരൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ നീച രാശിയാണ്. അപ്പോൾ അവിടെ വ്യാഴത്തിന് ഫലദാന ശേഷി ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ജാതകത്തിൽ ദോഷകാലമാണ്, ഇപ്പോൾ ഗ്രഹചാരവശാലും ദോഷകാലമാണ് എങ്കിൽ, ഗ്രഹചാരവശാൽ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഫലം കൊണ്ട് വ്യാഴം ദോഷം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജാതകമാണല്ലോ ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന സ്ഥിരമായ ഫലങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ജാതകത്തിൽ വ്യാഴം ദോഷകരമാണെങ്കിൽ അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് ചെയ്യണം. 6, 8, 12 ഭാവങ്ങൾ വ്യാഴത്തിന് ദോഷകരമാണ്. ശരിക്കും പറഞ്ഞാൽ 3, 6, 8, 12 ഭാവങ്ങൾ ദോഷകരമാണ്. 3-ൽ വ്യാഴം നിന്നാലും പരിഹാരം ചെയ്യേണ്ടതാണ്. എങ്കിലും 6-ലോ 8-ലോ 12-ലോ ആണ്, അതായത് നമ്മുടെ ജാതകത്തിൽ ഗ്രഹനില എഴുതിയിരിക്കുന്നിടത്ത് ലഗ്നം എന്നുള്ളതിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് എണ്ണി വരുമ്പോൾ 3-ാമത്തെ രാശിയിലോ 6-ാമത്തെ രാശിയിലോ 8-ാമത്തെ രാശിയിലോ 12-ാമത്തെ രാശിയിലോ ആണ് വ്യാഴം വരുന്നതെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക, ദോഷപരിഹാരം ചെയ്യുക. പിന്നെ വ്യാഴ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ധന്വന്തിരി പൂജ ചെയ്യുന്നത്, വിഷ്ണു ഭഗവാന്റെ മൂർത്തിഭേദമാണ് ധന്വന്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ധന്വന്തിരി മന്ത്രം ജപിക്കുന്നതും ധന്വന്തിരി ദേവന് അർച്ചന ചെയ്യുന്നതുമൊക്കെ വളരെ ഗുണകരമാണ്. ധന്വന്തിരി യന്ത്രം എന്നുള്ളൊരു യന്ത്രമുണ്ട്. നിരന്തരം രോഗങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആ യന്ത്രവും കൂടെ ധരിക്കുന്നത്, ശരിക്കും നല്ലൊരു ആചാര്യനെ കൊണ്ട് വിധിപ്രകാരം എഴുതണം. ഈ എഴുതുന്ന ആചാര്യൻ വ്രതം എടുത്ത് വേണം ഇത് എഴുതാൻ, എങ്കിലേ ഗുണം കിട്ടുള്ളൂ. പിന്നെ അതിനൊരു പ്രത്യേക ഒരു പൂജയുമുണ്ട്, കുറച്ച് ദിവസത്തെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. അവരെ നോക്കി മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് എഴുതിച്ചിട്ട് ധരിക്കുക. അതായത് പല ആൾക്കാരും പറയും യന്ത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന്. അതൊരു എനർജി, നമ്മുടെ ശരീരത്തെ ഒന്ന് എനർജൈസ് ചെയ്യുന്ന ഒരു ക്രിയയാണ് യന്ത്രധാരണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും ചെയ്യാവുന്നതാണ്. അങ്ങനെ വ്യാഴദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലം നമുക്ക് ഗുണകരമാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്, അൾട്ടിമേറ്റായിട്ട് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും അതിനുള്ള പ്രതിഫലം നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ പുരോഗതിയിലുമൊക്കെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥനയുമാണ് ഏറ്റവും പ്രധാനം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നീണ്ടുപോയി ഈ വിഷയം, എങ്കിലും കുറച്ചെങ്കിലും പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വ്യാഴത്തിൻ്റെയും വിഷ്ണു ഭഗവാന്റെയും ശനിദേവൻ്റെയും എല്ലാം അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ, നവഗ്രഹങ്ങളുടെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.